സോണിയാഗാന്ധിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിരുന്ന പി മാധവന് അന്തിമോപചാരം അർപ്പിച്ച രാഹുൽ ഗാന്ധി തൃശൂരിലെ വീട്ടിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത്. വിശദാംശങ്ങളുമായി MS ലിഷോയ് ചേരുന്നു. ലിഷോയ്, എപ്പോഴാണ് രാഹുൽ ഗാന്ധി അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്? വേറെ ആരൊക്കെയാണ് ഈ ചടങ്ങുകൾക്കായി അവിടെ ഉള്ളത്? അല്പസമയം മുമ്പാണ് രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ നിലവിൽ അദ്ദേഹം അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം വീടിനകത്ത് കയറി ഈ വീട്ടുകാരെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും എല്ലാം തന്നെ അവരുമായി സംസാരിച്ച് അല്പസമയത്തിനകം തന്നെ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. നിലവിലിവിടെ VD സതീശനും അതിനോടൊപ്പം തന്നെ ഈ രമേശ് ചെന്നിത്തല, VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാവരും തന്നെയുണ്ട്, കോൺഗ്രസിൻ്റെ നേതാക്കൾ. അതിനോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ സംസ്ഥാനത്തെ നേതാക്കളും എല്ലാം തന്നെയുണ്ട്. ഇന്നലെ രാത്രിയാണ് രാഹുൽ ഗാന്ധി തൃശ്ശൂരിലേക്ക് എത്തിയത്. ഈ പി മാധവൻ്റെ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്ന ചടങ്ങുകളിലും അതിനോടൊപ്പം തന്നെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ പങ്കെടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി അല്പസമയം മുമ്പാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. സോണിയാഗാന്ധിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു തൃശൂർ സ്വദേശിയായ പി മാധവൻ. 73 വയസ്സായിരുന്നു. 4 പതിറ്റാണ്ടായി സോണിയാഗാന്ധിക്ക് ഒപ്പമുണ്ടായിരുന്നയാളാണ് പി മാധവൻ. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനാണ് രാഹുൽ ഗാന്ധി എത്തിയത്. ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.